ഹലോ ഓൾ ഓഫ് യു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ഡേ ഓഫ് ആണെന്നല്ല, ഓൾറെഡി കഴിഞ്ഞു, കാരണം രാത്രിയായി. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ, അവളും ഷെഫാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യണതാ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ടവർ ബ്രിഡ്ജ് കാണാനും ഷോപ്പിങ്ങിനും പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഫുൾ കറക്കത്തിലിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞത് ഞാനിപ്പോൾ എത്തിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വ്ളോഗിലേക്ക് കിടക്കാം. ഞാൻ ലാസ്റ്റ് ചെയ്ത 2 വീഡിയോസും വോയിസ് ഓവർ ആണല്ലോ. അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ലൈവ് വീഡിയോ ചെയ്യാൻ വേണ്ടി ഒറ്റയ്ക്കൊരു സീറ്റിലൊക്കെ പോയിരുന്നതായിരുന്നു. അപ്പോഴാണ് ഈ അമ്മൂമ്മേൻ്റെ അടുത്ത് വന്നിട്ട് ഓരോ കഥകൾ പറയാൻ തുടങ്ങിയത്. അപ്പോഴേക്കും ഞാൻ സ്റ്റേഷനിലെത്തി. ബിറി ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. ബിറി എന്ന് പറയുന്നത് ബിറിറ്റൻ, അവൾ തുർക്കിക്കാരെയാണ്. എൻ്റെ കൂടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, സെയിം കിച്ചണിൽ. പക്ഷെ അവൾ ഹോട്ട് കിച്ചണിലും ഞാൻ പേസ്ട്രിയിലും. ആകെ 2 മാസമായിട്ടുള്ള നമ്മൾ പരിചയപ്പെട്ടെങ്കിലും ഇത്ര വർഷം മുന്നേ അറിയുന്ന പോലെയാണ് നമുക്ക് തോന്നാറ്. ചില ഫ്രണ്ട്ഷിപ്പൊക്കെ അങ്ങനെയാണല്ലോ, അധികം നാൾ ആവശ്യമില്ല നമുക്ക് അവരെ അറിയാനും നമ്മളായിട്ട് ക്ലോസ് ആവാനും. പിന്നെ നമ്മൾ ടവർ ബ്രിഡ്ജിലേക്ക് നടന്നു. സ്റ്റേഷൻ അടുത്ത് തന്നെയാണ് ഇത്. ഒരുവിധം എല്ലാ ലണ്ടൻ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ ലണ്ടൻ ബ്രിഡ്ജ് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഒരു ബ്രിഡ്ജാണ് ഈ ടവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ടവർ ബ്രിഡ്ജ് കാണാനുള്ള പേരിലാണ് ഇറങ്ങിയതെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം കഴിക്കാനാണെന്ന് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേഗം തന്നെ ബോറോ മാർക്കറ്റിലേക്ക് നടന്നു. ബോറോ മാർക്കറ്റിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം കഴിക്കാനുള്ളത്. എന്നെ അടുത്തറിയുന്നവർക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയുന്നൊരു കാര്യമാണ്, ഞാൻ എവിടെ പോവുകയാണെങ്കിലും ആ സ്ഥലത്ത് എന്താണോ ഫേമസ് ഫുഡ്, പോപ്പുലർ റെസ്റ്റോറൻറ്റ്സ്, ഇതൊക്കെയാണ് ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. കാരണം കൂടെ വരുന്ന ആൾ എന്തായാലും സ്ഥലത്തിനെ കുറിച്ചിട്ട് എല്ലാ ഹിസ്റ്ററിയും കലക്കി കുടിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മളൊരു ക്ലാഷ് ഒഴിവാക്കാനും കൂടെ ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ബോറോ മാർക്കറ്റ് മൊത്തം ഇങ്ങനെ നടന്നു. ലണ്ടനിൽ വന്നതിന് ശേഷം എൻ്റെ ആദ്യത്തെ മാർക്കറ്റ് വിസിറ്റാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ത്രിൽഡും ഹാപ്പിയൊക്കെ ആയിരുന്നു. കാരണം ഒരുപാട് ഫുഡും ഒരുപാട് കുട്ടി കുട്ടി സാധനങ്ങളും ക്യൂട്ട് ക്രോക്കറീസും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ എല്ലാത്തിനും ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഒന്നും വാങ്ങിയില്ല. പക്ഷെ നമ്മൾ ഫുഡ് ഒട്ടും കുറച്ചില്ല കേട്ടോ. എല്ലാ ഫുഡ് സ്റ്റോളിൻ്റെയും പുറത്ത് ഇതുപോലെ സാമ്പിളായിട്ട് വെച്ചിട്ടുണ്ടാവും. ഒന്നും നമ്മൾ ഒഴിവാക്കിയില്ല, എല്ലാം കഴിച്ചു നോക്കിയിട്ടുണ്ട്. എനിക്ക് ഡെസേർട്സിനോടുള്ള ആർത്തി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാനിതൊന്നും കാണാത്തയും കഴിക്കാത്തയും ആളാണെന്ന്. പക്ഷെ ഞാനൊരു പേസ്ട്രി ഷെഫാണ്. ഇതൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടും കൊടുത്തിട്ടുള്ള ആളാണ്. എന്നാൽ പോലും വേറൊരാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടാലോ, ഇതുപോലെ ഇങ്ങനെ ഡിസ്പ്ലേ കണ്ടു കഴിഞ്ഞാലോ എനിക്ക് വരുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതിലും വലിയൊരു സന്തോഷം എനിക്ക് വേറെ ഇല്ല എന്ന് വേണം പറയാൻ. ഇവിടെയാണെങ്കിൽ ഒരുപാട് പേസ്ട്രീസും ബ്രെഡ്സും പ്രിജൽസും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതെല്ലാം തന്നെ കണ്ടാലറിയാൻ നല്ല ഫ്രഷും നല്ല ടേസ്റ്റ് ഉള്ളതുമാണെന്ന്. പക്ഷെ ഇവിടുന്ന് ഒന്നും നമ്മൾ വാങ്ങിയില്ല. കാരണം ഇന്ന് എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് ഓൾറെഡി പ്ലാൻഡ് ആണ്. ഇത് കഴിക്കാനുള്ള ക്രേവിങ്സ് കൊണ്ടാണ് നമ്മളിന്ന് മെയിനായിട്ട് പുറത്തിറങ്ങിയത് കേട്ടോ. ഇതിൻ്റെ പേരാണ് ക്രീമ കത്തലാന ഡോനറ്റ്സ്. ഇതറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഡോനറ്റ്സിനകത്ത് കസ്റ്റർഡ് ക്രീം അല്ലെങ്കിൽ പേസ്ട്രി ക്രീം ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ബേൺ ചെയ്യുന്നതിനെയാണ് ക്രീമ കത്തലാന ഡോനറ്റ്സ് എന്ന് പറയുന്നത്. ഇതല്ലാതെ വേറെയും കുറേ ഫ്ലേവേർഡ് ഫീൽ ഡോനറ്റ്സ് ഉണ്ട് ഇവിടെ. ബ്ലൂബെറി, ഹണികോം, പ്രലൈൻ, പിസ്താഷ്യൂ, ചോക്ലേറ്റ്, അങ്ങനെ കുറേ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കത്തലാന കഴിക്കാനാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ ടിപ്പിക്കൽ ഫ്ലേവേർഡ് ആയിട്ടുള്ള സിനമണും വാനിലയും വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇത് ബ്രെഡ് അഹെഡ് എന്ന് പറഞ്ഞ ബേക്കറിയിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. അത് ഒരുപാട് സ്ഥലത്തുണ്ട്, ലണ്ടനിൽ തന്നെ കുറേ സ്റ്റോറുകളുണ്ട് അതിൻ്റെ. ഇതിപ്പോൾ നമ്മൾ ഡെസേർട്ടായിട്ട് കഴിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി മെയിൻ ഫുഡ് എന്തെങ്കിലും നമുക്ക് വാങ്ങണം, കാരണം നമ്മൾ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഇത്ര നേരം കഴിച്ച സാമ്പിൾസൊക്കെ പിന്നെ എന്താണെന്ന്. ഷെഫ്മാർക്ക് സാമ്പിൾസൊക്കെ എപ്പോഴും ടേസ്റ്റിംഗ് ആണ്, ഒരിക്കലും അത് ഫുഡായിട്ട് നമ്മൾ കണക്ക് കൂട്ടാറില്ല. പിന്നെ പോകുന്ന വഴിക്ക് അവർ റിസോർട്ടും അങ്ങനെ നിർബന്ധിച്ച് തന്നുകൊണ്ട് നമ്മൾ 2 സ്പൂൺ റിസോർട്ടും അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഡേ ഓഫിൻ്റെ അന്ന് ഒരിക്കലും ഇറ്റാലിയൻ ഫുഡ് പ്രിഫർ ചെയ്യാറില്ല, കാരണം നമ്മൾ 2 പേരും വർക്ക് ചെയ്യുന്നത് ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഡേ ഓഫിൻ്റെ അന്ന് നമ്മൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ നോക്കും. നമ്മളിനി ഫുഡ് മേടിക്കാനുള്ള ക്യൂവിലാണ് ഈ നിൽക്കുന്നത്. അങ്ങനെ കുറേ നേരം ക്യൂ നിന്നിട്ട് അവസാനം നമ്മുടെ ഫുഡ് എത്തി. ഇന്ന് കഴിക്കാൻ പോകുന്ന സാധനം പയയാണ്. സ്പാനിഷ് ഫുഡാണിത്. സീ ഫുഡ് പയയ അല്ലെങ്കിൽ പയയ ദി മരിസ്കോ എന്നാണ് ഇതിൻ്റെ പറയുന്നത്. എഴുതുന്നത് ഇങ്ങനെയാണെങ്കിലും പ്രൊണൗൺസ് ചെയ്യുമ്പോൾ അത് പയയാന്നാണ് കേട്ടോ. സീ ഫുഡ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ആണ്. കാരണം സീ ഫുഡ് ബ്രോത്തിൽ സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു റൈസാണിത്. ഇതിൻ്റെ തന്നെ മീറ്റും വെജും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതേവരെ അത് കഴിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ കഴിച്ച എല്ലാ പായലും വെച്ചിട്ട് ഇവിടുത്തെ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നി. സീ ഫുഡ് ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കഴിച്ച് നോക്കുക. പിന്നെ നെക്സ്റ്റ് നമ്മൾ കഴിച്ചത് എംപനാദാസ് ആണ്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
മൊത്തത്തിൽ ഇന്ന് കഴിച്ച ഫുഡെല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറേ നേരം ബാഗ് മേടിക്കാനും പിന്നെ ക്ലോത്ത്സ് മേടിക്കാനൊക്കെ ഇട്ട് നടന്നു. അത് കഴിഞ്ഞ് അവൾ അവളുടെ വീട്ടിലേക്കും ഞാൻ എൻ്റെ വീട്ടിലേക്കും വന്നു. അപ്പോൾ ശരി, ബൈ.